മകൾ നല്ലൊരു ഡോക്ടറായി കാണാനായിരുന്നു അവളുടെ മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ആഗ്രഹം, പ്രത്യേകിച്ച് അവളുടെ വാപ്പയ്ക്ക്. എന്നാൽ അവൾക്കത് അത്ര താല്പര്യമൊന്നുമില്ലായിരുന്നു. ഒരു 5-5.5 കൊല്ലം ഒരു കോഴ്സ് ഒരിടത്തിരുന്ന് പഠിക്കുന്നത് ഒരു ചടപ്പ് പോലെയാണ് അവൾക്ക് തോന്നിയത്. മനസ്സുകൊണ്ട് പൂർണ്ണമായും താല്പര്യമില്ല എങ്കിലും മാതാപിതാക്കളുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുക എന്നൊരു ചടങ്ങിന്റെ പേരിൽ അവൾ മനസ്സില്ലാ മനസ്സോടെ അങ്ങ് സമ്മതിക്കുകയാണ്. അപ്പോൾ പിന്നെ എന്തായിരുന്നു അവളുടെ ആഗ്രഹം എന്ന് ചോദിച്ചാൽ കാലം കുറച്ചും പുറകോട്ട് പോകേണ്ടി വരും. അവൾക്ക് പണ്ടേ പാട്ടൊരു ഹരമായിരുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ വേദികളിലും മറ്റുമൊക്കെ പാട്ടുപാടാനുള്ള താല്പര്യവും കഴിവുമൊക്കെ ഉള്ള കുട്ടിയായിരുന്നു. ഒരു മിനി ശ്രേയ ഘോഷൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നല്ല മധുരമാർന്ന ശബ്ദമുള്ളവളായിരുന്നു. നമ്മുടെ ഈ സിനിമകളിലൊക്കെ ഉള്ളതുപോലെ മെലഡി പോപ്പുലർ മ്യൂസിക്കാണ് അവളുടെ ഫേവറേറ്റ്. വെറും മൂളിപ്പാട്ടും പാടി നടക്കാനോ അല്ലെങ്കിൽ വേദികളിൽ മാത്രം തന്റെ കഴിവ് പ്രസന്റ് ചെയ്യാൻ മാത്രമല്ലായിരുന്നു അവളുടെ ആഗ്രഹം. നല്ലൊരു പ്രൊഫഷണൽ സിംഗർ ആകാൻ തന്നെയായിരുന്നു ആഗ്രഹം. തന്റെ പിതാവ് ഒരു ബിസിനസ്മാൻ ആയതുകൊണ്ട് തന്നെ ബിസിനസ് ആവശ്യമായി ബന്ധപ്പെട്ട അദ്ദേഹം പല സ്ഥലത്തും ദിവസങ്ങളോളം യാത്ര പോകും, ചിലപ്പോഴൊക്കെ മാസങ്ങളോളം മറ്റു സ്ഥലങ്ങളിലായിരിക്കും. എന്നാൽ ഈ അവസരമൊക്കെ നമ്മുടെ നായിക ശരിക്കും മുതലെടുക്കാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. സ്കൂൾ കലാപരിപാടികളിലും സോഷ്യൽ മീഡിയ വഴിയും മറ്റുമൊക്കെ പാട്ടുപാടി ആസ്വാദനം കണ്ടെത്തിയിരുന്നു. ചെറിയ പ്രായം മുതലേ തന്റെ മകൾ ഒരു ഡോക്ടറാക്കണമെന്ന് നേർച്ച ചെയ്തിട്ട പോലെയായിരുന്നു അവളുടെ ഉപ്പ. അവൾക്ക് പാട്ടിനോട് വലിയ കമ്പമുണ്ടെന്ന് ശരിക്കും മനസ്സിലാക്കിയ ഉപ്പ പാട്ടുപാടാനുള്ള തന്റെ മകളുടെ കഴിവിനെ വേണ്ടത്ര സപ്പോർട്ടൊന്നും നൽകിയില്ല. തന്റെ മകളുടെ കഴിവിനെ അംഗീകരിക്കാത്തതുകൊണ്ടല്ല കേട്ടോ, മറിച്ച് ഉപ്പയ്ക്ക് സാധിക്കാതെ പോയൊരാഗ്രഹം മകളിലൂടെ നിറവേറ്റുക എന്നൊരു ആഗ്രഹം മാത്രമായിരുന്നു മനസ്സിൽ. ഉമ്മാക്കും പിന്നെ സ്വന്തം അഭിപ്രായം പറയാൻ കഴിയാത്തതുകൊണ്ട് ഉമ്മയ്ക്കും ഉപ്പയുടെ അതേ ആഗ്രഹം തന്നെയായിരുന്നു. എന്നാൽ ഉമ്മ ഉപ്പയെ പോലെ അവരുടെ ആഗ്രഹങ്ങളെ തടയാറില്ല. അവരുടെ സന്തോഷം കൂടിയാണ് ഉമ്മ നോക്കിയിരുന്നത്. എന്നാൽ അവരുടെ മനസ്സിൽ മറ്റൊന്നിനോടും താല്പര്യം ഉണ്ടാകാൻ പാടില്ല എന്ന് ഉപ്പാക്ക് വലിയ നിർബന്ധമായിരുന്നു. പാട്ടുപാടി ജീവിക്കുക എന്നത് ഒരു പ്രൊഫഷണൽ ജോബാണോ എന്ന് പലരും ചോദിക്കാമല്ലോ. അതുകൊണ്ട് പാട്ട് ലൈഫിൽ ഒരു പാഷനായി കൊണ്ട് നടക്കുന്നതോടൊപ്പം അവൾക്ക് നല്ലൊരു കോളേജ് പ്രൊഫസറാകാൻ കൂടിയായിരുന്നു ആഗ്രഹം. പക്ഷെ അവളുടെ ഉപ്പയുടെ തീരുമാനത്തിനപ്പുറത്ത് അവൾക്ക് മറ്റൊന്നും തീരുമാനിക്കാൻ അവകാശമില്ല എന്നതുകൊണ്ട് അവളുടെ ആഗ്രഹങ്ങളെല്ലാം അവൾ മാറ്റിവെച്ചു. ഉപ്പയുടെ ആഗ്രഹം നടക്കട്ടെ എന്ന് കരുതി അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ആരംഭിക്കുകയാണ്.